ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിന്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇനി ടെക്സ്റ്റ് നോക്കിയാൽ ടോപ്പിക് ഉള്ളത് വൈദ്യുത പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ആണ്. എന്നാൽ നമ്മൾ ഈ ഭാഗം ജൂൾ നിയമത്തിന്റെ ഇക്വേഷൻസ് പറയുന്ന ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് 3-ലാണ് പവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അവിടെ എച്ചിന്റെ ഇക്വേഷൻസ് പറയുമ്പോൾ തന്നെ പിയുടെ ഇക്വേഷൻസും പറഞ്ഞതായിരുന്നു. സോ നമ്മൾ അത് എളുപ്പത്തിൽ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള മുഴുവൻ ഇക്വേഷൻസും അതിൻ്റെ യൂണിറ്റ്സും ഡിസ്കസ് ചെയ്യാം. കൂടാതെ പവറിൻ്റെ ഒരു 2 പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടെ നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താണ്? കറണ്ട് അല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ സമയം. കറണ്ട് ചാർജ് ബൈ ടൈം. I is equal to Q by T. Also Q എന്താ? Q is equal to I into T. Current is equal to charge by time. Charge is equal to current into time. Equations പറഞ്ഞു. ഇനി യൂണിറ്റ്. ഐയുടെ യൂണിറ്റ് ആംബിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ. ചാർജായ Q. ചാർജിൻ്റെ യൂണിറ്റ് കൂളം. ക്യാപിറ്റൽ C കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. കൂളം. ദെൻ ടൈമിനെ നമ്മൾ സെക്കൻഡ്, സ്മോൾ എസ്. ദെൻ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഓം നിയമം, ഓംസ് ലോയുടെ ഇക്വേഷൻസ് ആയിരുന്നു. എന്താ പറയുന്നത്? V is equal to I into R. By Ohm's law, I equal to VR. Also I equal to V by R അല്ലേ? V by R. R equal to V by I. Here V പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്. വിയുടെ യൂണിറ്റ് വോൾട്ട് ആണ് V. ദെൻ R റെസിസ്റ്റൻസ്, പ്രതിരോധം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. ഒപ്പോസിങ് ടെൻഡൻസി ടുവേഴ്സ് കറണ്ട് ഫ്ലോ, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. ഐയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, I ആംപിയർ. ദെൻ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് ജൂൾ നിയമം, ജൂൾസ് ലോൻ്റെ ഇക്വേഷൻ. H is equal to I square R T. ഓൾസോ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് എച്ചിന് 2 ഇക്വേഷൻസ് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? H is equal to V square by R into T. H is equal to V I T. ഇവിടെ എച്ചിൻ്റെ യൂണിറ്റ് ജൂൾ, ക്യാപിറ്റൽ J. ദെൻ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പവറിൻ്റെ ആയിരുന്നു. പവർ P ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം ആണ് പവർ. ഓൾസോ ഇവിടെ W ഏതിന് ഈക്വലാ? എച്ചിന് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? P is equal to H by T എന്ന് പറയാം. ദെൻ നമ്മൾ ജൂൾ നിയമത്തിലെ എച്ചിൻ്റെ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഇക്വേഷൻസ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിക്ക് 3 ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? P is equal to
I square R P is equal to V square by R P is equal to VI. ഇനി നമുക്ക് എച്ചിൻ്റെ ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ഇക്വേഷൻ എന്തായിരുന്നു? H is equal to I square RT. H is equal to V square by R into T. H is equal to VIT. ഇത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എച്ചിൻ്റെ ഇക്വേഷൻസിൽ ടൈമായ ടി ഒഴിവാക്കിയതാണ് പിയുടെ ഇക്വേഷൻസ്. സോ എച്ചിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് പിയുടെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. എച്ചിൻ്റെ ഇക്വേഷൻസിൽ ടി ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എച്ചിൻ്റെ യൂണിറ്റ് പറഞ്ഞു. ഇനി പിയുടെ യൂണിറ്റും വർക്കിൻ്റെ ഡബ്ല്യുവിൻ്റെ യൂണിറ്റും പറയാനുണ്ട്. ഡബ്ല്യുവിൻ്റെ യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് ജൂള് തന്നെയാണ്. എച്ചിൻ്റെയും ജൂളാണ്, ഡബ്ല്യുവിൻ്റെയും ജൂളാണ്. ദെൻ പവറിൻ്റെ യൂണിറ്റ് പി, പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ്, ക്യാപിറ്റൽ ഡബ്ല്യു. പവറിൻ്റെ യൂണിറ്റ്സ് വാട്ട്സ് ആണ്. ദെൻ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത്? സീരീസ് പാരലൽ കണക്ഷൻ, ശ്രേണി സമാന്തരം കണക്ഷൻ. അതിൽ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട്. R ഈക്വൽ ടു സീരീസ്, ഫസ്റ്റ് സീരീസാണ് പറയുന്നത്. R ഈക്വൽ ടു R1 പ്ലസ് R2. ഇത് 2 റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നു എങ്കിലാണ് R1 പ്ലസ് R2. ഇപ്പോൾ കുറേ റെസിസ്റ്റർ, N റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് വെച്ചാൽ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര പ്ലസ് RN. എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതൊക്കെ കൂട്ടിയാൽ മതി. ദെൻ സീരീസ് പറഞ്ഞു. പാരലൽ R ഈക്വൽ ടു R1 into R2 divided by R1 plus R2. ഇതാണ് സമാന്തരത്തിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ R എഫക്റ്റീവ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കാണേണ്ട ഇക്വേഷൻ. R ഈക്വൽ ടു R1 into R2 by R1 plus R2. ദെൻ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ആണ് ആംബറേജ്. ആംബറേജ് I ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ബൈ വോൾട്ട് അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ്. ഇത്രയാണ് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചത്. ഈ റെസിസ്റ്റർ സമാന്തരത്തിൽ 2 റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നാലാണ് R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. 2 റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നാൽ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് കാണാൻ പറ്റൂ. ഇനി N റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, കുറേ റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ 1 ബൈ R ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ RN അത്ര വരെ ചെയ്യണം. പൊതുവെ ഇക്വേഷൻസ് നമുക്ക് ഈ 2 വെച്ചിട്ട് ഉണ്ടാവും, അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ നമുക്ക് ടെക്സ്റ്റ് രണ്ട് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. പവർ കാണേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്ര? അവിടെ ഗിവൺ R ഈക്വൽ ടു 115 ഓം തന്നിട്ടുണ്ട്, കറണ്ട് 2 ആംപിയർ തന്നിട്ടുണ്ട്, പവർ P ആണ് കാണേണ്ടത്. ആറും ഐയും തന്നാൽ പവർ കാണേണ്ട ഇക്വേഷൻ P ഈക്വൽ ടു I സ്ക്വയർ R ചെയ്താൽ മതി.
2 സ്ക്വയർ ഇൻറ്റു 6 115 115 ചെയ്താൽ 460 വാട്ട്സ് കിട്ടും. ദെൻ നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ബൾബിന്റെ പവർ കണക്കാക്കുക. ഇവിടെ ഗിവൺ എന്തൊക്കെയാ? ഗിവൺ വി 230, ദെൻ I 0.4. ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതണം, എന്നിട്ട് ബാക്കി ചെയ്യാൻ വേണ്ടി തുടങ്ങണം. സോ രണ്ടെണ്ണം എഴുതി. നമുക്ക് കാണേണ്ടത് പി അറിയില്ല. വിയും ഐയും തന്നാൽ പി കാണേണ്ട ഇക്വേഷൻ പി ഈക്വൽ ടു വി ഐ. ഇവിടെ രണ്ടും തന്നിട്ടുണ്ട്. 230 ഇൻറ്റു 0.4 ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ 92 വാട്ട്സ് എന്ന് കിട്ടും. 92 വാട്ട്സ് പവർ പി ഈക്വൽ ടു 92 വാട്ട്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലം ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.